ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ പീഡനമേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അരുൺ ഗോപി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഇരിക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നതിൽ പ്രയാസമുണ്ട്. താൽക്കാലിക ജീവനക്കാരാണോ? ശക്തമായ നടപടി പോലീസിന് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ പ്രയാസമുണ്ട്. താൽക്കാലിക ജീവനക്കാരാണോ? അത് എത്ര വർഷമായിട്ട് ഇവിടെ ജീവനക്കാരാണ് ഇവർ? താൽക്കാലിക ജീവനക്കാരാണ്. 5 വർഷത്തിലധികമായി ഇവിടെ. അവർ എന്തായാലും കൂടുതൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ മുൻപും ചെയ്തിരിക്കാനുള്ള സാധ്യത കൂടെ ഇല്ലേ? അത്തരത്തിലൊരു സംഗതി ഇതുവരെ ശ്രദ്ധ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ അങ്ങനൊരു കാര്യം ശ്രദ്ധ വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിക്കും, കൃത്യമായി പരിശോധന നടത്തും. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം കൂടെ കാണുമോ? ശിശുക്ഷേമ സമിതി സ്വാഭാവികമായും ഇക്കാര്യത്തെ സംബന്ധിച്ച് ശിശുക്ഷേമ സമിതിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നല്ലോ. പോലീസ് ഇക്കാര്യത്തിൽ ശിശുക്ഷേമ സമിതിക്ക് എന്താ നിലപാടെടുക്കാൻ സാധിക്കുക? നിലപാടെടുക്കുന്നതിൽ പരിധിയുണ്ട്. അത് ആ നിലപാടാണ് ശിശുക്ഷേമ സമിതി എടുത്തിരുന്നെങ്കിൽ എന്ത് പറ്റും? ഇന്നിപ്പോൾ ഇവരെ അറസ്റ്റിലേക്കോ മറ്റൊന്നും പോകില്ല. ശിശുക്ഷേമ സമിതിയുടെ നിലപാട് ശക്തമായ നിലപാടാണ്. ആ ശക്തമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അത് നിയമപരമായ നടപടിയിലേക്ക് പോയത് ശിശുക്ഷേമ സമിതിയുടെ നടപടിയുടെ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. വരും ദിവസങ്ങളിൽ ഈ കുട്ടികളുമായിട്ട് കൂടുതൽ കൗൺസിലിങ്ങോ മറ്റോ ഉണ്ടാകുമോ എല്ലാവർക്കും? തീർച്ചയായും അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ചെയ്യും. എന്തായാലും അരുൺ ഗോപി പറയുന്നത് പോലെ തന്നെ മാതൃകാപരമായ ഒരു ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ പരാതിയും നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതൊരു ആദ്യത്തെ സംഭവം ആയിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ജനറൽ സെക്രട്ടറി പറയുന്നത് പോലെ തന്നെ നമുക്കും കരുതാനാവുക.